ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. ലാവ കേക്കൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ? നമുക്കിന്ന് ലാവ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു ക്യാരറ്റ് മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വറുക്കാനായിട്ടിടാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് നട്ട്സാണ്. നട്ട്സും കൂടി ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ നട്ട്സും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാനേ പാടുള്ളൂ, എന്നാലേ ബിരിയാണിക്ക് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ റൈസിൻസും കൂടി നമുക്ക് അങ്ങനെയൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് വറുത്തെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വയനയിലയാണ്. ഒരു വയനയില നമ്മൾ ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുവാണ്. ഞാൻ സാധാരണ ബിരിയാണിയിൽ വയനയില ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യുവാണ്. ഇത് നമ്മൾ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ നെയ്ക്കകത്തിട്ട് ആ വയനയില മൂപ്പിച്ചെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാനൊരു 12 കുരുമുളകും ഒരു 4 ഗ്രാമ്പും 2 പീസ് പട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു വയനയില ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. 1 കിലോ റൈസ് നമുക്ക് ഇതിലേക്ക് ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മളൊന്ന് കുക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്. ഇത് റൈസ് കേട്ടോ, നമ്മളിത് വറ്റിച്ചൊന്നും എടുക്കാമല്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമ്മുടെ ബിരിയാണിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഓയിലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഞാനിത് കുഴച്ച് 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ട് അങ്ങ് പരത്തിയെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പരത്തിയെടുത്തുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ ബാസ്ക്കറ്റ് ഷവർമയ്ക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, അതുപോലെ തന്നെ അത്രയും അങ്ങ് തിന്നായിട്ട് വേണ്ട. ഇത് അത്യാവശ്യം കുറച്ച് തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ തട്ടിയിട്ട് ഈ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചൂടൊന്ന് തട്ടുമ്പോഴേക്കും ഈ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മൾ 2 ബാസ്ക്കറ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്സ്. നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് റൈസിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിക്കണം. ഇതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഞാനൊരു 6 സവാളയും 5-6 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുത്താണ്. ഞാൻ ഓൾറെഡി ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താണ്. ഇനി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് ഈ ബീഫ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഗ്രേവി ഒന്നും വറ്റിക്കണ്ട കേട്ടോ. ഇത് അത്യാവശ്യം ഗ്രേവിയോടുകൂടിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഒന്നും നന്നായിട്ട് അങ്ങ് പറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് ഊറ്റിയെടുത്താണ്. ഇനി നമ്മൾ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കുറേ ക്യാരറ്റ്, പിന്നെ വയനയില, കറിവേപ്പില, റൈസിൻസ്, നട്ട്സ്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മീതെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ ഉള്ളി വറുത്ത് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുമ്പോൾ ഉള്ളി വറുത്ത് ആഡ് ചെയ്യാറുണ്ട്. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ഇത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. ആ നല്ല ക്യാരറ്റൊക്കെ നെയ്യിലടന്ന് വറുത്തെടുത്തതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളിയേക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഉള്ളി ആഡ് ചെയ്യുന്നതിനേക്കായി.
ഇനി നമ്മൾ ലാവ ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയോടുകൂടിയാണ് കറി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് നടുവിലൊക്കെ വെച്ചിട്ട് നമ്മൾ റൈസ് എടുത്ത് അതിൻ്റെ ചുറ്റിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. റൈസ് നന്നായിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതെടുത്ത് നമുക്കൊന്ന് കമഴ്ത്തി വയ്ക്കണം. നമുക്കിതൊന്നെടുത്ത് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു സ്പേസ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കമഴ്ത്തി വെച്ച ശേഷം ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫിക്സ് ആയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. കമഴ്ത്തിയിട്ട് നമുക്ക് ഈ ബൗളങ്ങ് പൊക്കിയെടുക്കണേ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഫില്ല് ചെയ്യാനായിട്ടുള്ള പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഗ്രേവിയോടുകൂടി നമ്മുടെ ബീഫ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഗ്രേവിയോടുകൂടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേവിയോടുകൂടി നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വളരെ മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ലാവ കേക്കൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ലാവ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇറങ്ങും. അതിന് പകരം നമ്മൾ ബിരിയാണി കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ, കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതും ഈ റൈസും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാനുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പി കിട്ടിയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാതെ പോകരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കി അറിയണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.